കുറച്ച് സമാധാനം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പിന്നെ അവരുടെ വഴിക്ക് പോകും. പിന്നെ അതിനുശേഷം നമ്മൾ ആ വിധം ഈ വിധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം അവരുടെ എല്ലാ സ്ട്രെസ്സും മറ്റുള്ള ജോലി ഭാരവും അവരുടെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ആയിട്ടാണ് അവർ വൈകിട്ട് വീട്ടിൽ വരുന്നുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും പണ്ടുണ്ടായ പ്രശ്നങ്ങളും അന്ന് പറഞ്ഞതും കേട്ടതും കണ്ടതും ഒക്കെ ആയിട്ട് വലിയൊരു ബോംബ് പോലെയാക്കി എടുത്തു വെച്ചിട്ട് നമ്മളിത് അവരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, അവരിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചെറിയ പ്രശ്നങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? നമ്മളോടുള്ള ഇഷ്ടം കൂടുകയാണോ ചെയ്യുക, നമ്മളെ പരിഗണിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുക, നമ്മളെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് നേരം കഴിയട്ടെ, നമുക്ക് പറയാം. നിങ്ങൾ കുറച്ച് ക്ഷമിക്കുക. ആ വ്യക്തി ആദ്യം അവരുടെ പ്രശ്നങ്ങളൊന്ന് ഇറക്കി വെക്കട്ടെ. സമാധാനത്തോടു കൂടി തൻ്റെ വീട്ടിലോട്ട് വന്ന് ഒന്ന് ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്ത്രീകൾ ഒരുപാട് പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ മാനസികപരമായിട്ട് വല്ലാതെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരാണ് പുരുഷന്മാർ. പലപ്പോഴും അത് നമ്മൾ അംഗീകരിക്കാറില്ല എന്ന് മാത്രമല്ല, നമ്മളതിന് വാല്യൂ കൊടുക്കാറുമില്ല. ഇനി ഒരല്പം വാല്യൂ കൊടുത്ത് നോക്കും, ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാം.